നമസ്കാരം, ജനേഗോ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് നടൻ രവി മോഹന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം വാടക വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നാണ് തുറന്നു പറച്ചിൽ. 3 BHK എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ചടങ്ങിനിടെയായിരുന്നു താരത്തിന്റെ പ്രസ്താവന. എന്നാൽ നടനെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവുമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറയുന്നത്. 3 BHK എന്ന ചിത്രത്തിന്റെ പ്രമേയവും തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നതാണെന്ന് ചടങ്ങിൽ രവി മോഹൻ സംസാരിക്കുന്നത്. താനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും ഒരിക്കലും ഇതിനു മുൻപ് വാടകയ്ക്ക് താമസിച്ചിട്ടില്ലെന്നും ജീവിതകാലം ചെലവഴിച്ചത് മുഴുവൻ സ്വന്തം വീട്ടിലായിരുന്നുവെന്നും നടൻ പറയുന്നുണ്ട്. തന്റെ ജീവിതത്തെ ഈ സിനിമയുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നുണ്ടെന്നും കൂടാതെ ഈ സിനിമ തനിക്കേറെ പ്രചോദനം നൽകുന്നതാണ്, തന്റെ ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രവി മോഹൻ ചടങ്ങിനിടെ പറയുന്നുണ്ട്. അതേസമയം കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന നടന് ഒരു വീട് സ്വന്തമാക്കാൻ കഴിവില്ല എന്ന രീതിയിലാണ് രവി മോഹന്റെ വാക്കുകളോട് സോഷ്യൽ മീഡിയ പ്രതികരിച്ചത്. വാടക വീട്ടിൽ കഴിയാൻ കഷ്ടപ്പെടുന്ന ഒരാളെ പോലെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. വാടക വീടാണെങ്കിലും മാസം 10 ലക്ഷം രൂപയല്ലേ കൊടുക്കുന്നതെന്നാണ് പരിഹസിച്ചുകൊണ്ട് ആരാധകർ ചോദിച്ചത്. ശ്രീ ഗണേഷ് സംവിധാനം ചെയ്യുന്ന 3 BHK എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥാണ് നായകൻ. ശരത് കുമാർ, ദേവയാനി, യോഗി ബാബു, മീഠ രഘുനാഥ് എന്നിവരാണ് മറ്റു വേഷങ്ങളിൽ എത്തുന്നത്. ഇന്ത്യയിൽ നിന്നും നടന്മാരായ കമൽഹാസനും ആയുഷ്മാൻ ഖുറാനയ്ക്കും ഈ വർഷത്തെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസിന്റെ ഭാഗമാകാൻ ക്ഷണം ലഭിച്ചിരിക്കുന്നു. ജൂൺ 26-നാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് ക്ഷണക്കത്തിന്റെ പട്ടിക പുറത്തുവിട്ടത്. കമൽഹാസൻ, ആയുഷ്മാൻ ഖുറാന എന്നിവരെ കൂടാതെ ചലച്ചിത്ര നിർമ്മാതാവ് പായൽ കപാഡിയ, ഡോക്യുമെന്ററി സംവിധായിക സ്മൃതി മുണ്ട്ര, വസ്ത്രാലങ്കാരം മാക്സിമ ബസു, ഛായാഗ്രഹകൻ രൺവീർ ദാസ് എന്നിവരാണ് ഈ വർഷത്തെ പട്ടികയിലെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് പ്രതിനിധികൾ. ഗില്ലിയൻ ആൻഡേഴ്സൺ, അരിയാന ഗ്രൻഡെ, സെബാസ്റ്റ്യൻ സ്റ്റാൻ, ജെറമി സ്ട്രോങ്, ജെയ്സൺ മൊമോവ തുടങ്ങിയവരുടെ പേരുകളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ചാൽ ഇവർക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വർഷം പുതുതായി ക്ഷണം ലഭിച്ച 534 ആളുകളും അംഗത്വം സ്വീകരിച്ചാൽ അക്കാദമിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11,120 മാറും. 2025-ൽ ക്ഷണിക്കപ്പെട്ടവരിൽ 41% സ്ത്രീകളും 45% പ്രാതിനിധ്യം കുറഞ്ഞ സമൂഹങ്ങളിൽ നിന്നുള്ളവരും 55% പേർ അമേരിക്കയുടെ പുറത്തുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. 2026 മാർച്ച് 15-ന് കോനാൻ ഒബ്രയൻ ആതിഥേയത്വം വഹിക്കുന്ന ഓസ്കാർ അവാർഡുകൾ നടക്കുക. ജനുവരി 12 മുതൽ ജനുവരി 16 വരെ നോമിനേഷൻ പ്രക്രിയയും വോട്ടെടുപ്പ് നടക്കും. പരിഗണനയ്ക്ക് ശേഷം ജനുവരി 22-ന് നോമിനേഷനുകളുടെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കുക. ഗൗതം ഗംഭീറിന് കീഴിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മികച്ച പ്രകടനം നടത്തുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീം നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ജയിക്കാമായിരുന്നിട്ടും ഇന്ത്യ കൈവിട്ടു. ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പര 3-0-നാണ് ഇന്ത്യ തോറ്റത്. പിന്നാലെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും തോറ്റ് പരമ്പര നഷ്ടപ്പെടുത്തി. ഇതിനിടെ വെറ്ററൻ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചു. രോഹിത്തിന്റെ പിൻഗാമിയായ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനാവുകയായിരുന്നു. ഇംഗ്ലണ്ട് മണ്ണിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയാണ് ടീം ഇന്ത്യ അവിടെ എത്തിയത്. എന്നാൽ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ ടീം 5 വിക്കറ്റിന് തോറ്റു മടങ്ങുകയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ മോശം പ്രകടനത്തിൽ ഗംഭീറിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. തോൽവിയിൽ പുതുതായി നായക പദവി ഏറ്റെടുത്ത ശുഭ്മാൻ ഗില്ലിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നാണ് ചോപ്രയുടെ വാദം. അവിടെയും വിമർശനങ്ങളെല്ലാം ഗംഭീറിന് നേരെ തന്നെയാണ്. ഗംഭീറിന് മേൽ സമ്മർദ്ദം ഏറി വരികയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ അധികം മത്സരങ്ങളൊന്നും ജയിക്കാനായിട്ടില്ല. ബംഗ്ലാദേശിനെതിരായ 2 മത്സരങ്ങളും ഓസ്ട്രേലിയയോട് 1 കളിയും ജയിച്ചു. ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും 3, ഇംഗ്ലണ്ടിനോട് 1 കളിയും തോറ്റിരുന്നു. അദ്ദേഹം തോറ്റുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഗംഭീറിനെ ചോദ്യം ചെയ്യാനില്ല. പക്ഷേ ടെസ്റ്റിൽ അങ്ങനെയല്ല. ചോപ്ര അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത്.
അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേട്ടം സ്വന്തമാക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ സ്മൃതി മന്ദാന സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 62 പന്തിൽ 112 റൺസാണ് സ്മൃതി അടിച്ചെടുത്തത്. ടീമിനെ നയിച്ച ഓപ്പണറുടെ ശതക മികവിൽ ഇന്ത്യ എതിരാളികൾക്ക് 211 റൺസിന്റെ വിജയലക്ഷ്യവും നിശ്ചയിച്ചിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങി 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് സന്ദർശകർ 210-ലെത്തിയത്. ഹർമൻപ്രീത് കൗറിന്റെ അഭാവത്തിൽ ഇന്ത്യയെ നയിച്ച സ്മൃതി സഹ ഓപ്പണർ ഷഫാലി വർമ്മയ്ക്കൊപ്പം ഗംഭീര തുടക്കമാണ് നൽകിയത്. ഒന്നാം വിക്കറ്റിൽ ഇവർ 77 റൺസ് ചേർത്തു. 22 പന്തിൽ 20 റൺസ് എടുത്ത് ഷഫാലി 9-ാം ഓവറിൽ മടങ്ങിയെങ്കിലും തുടർന്നെത്തിയ ഹർലിൻ ഡിയോൾ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്തു. 23 പന്തിൽ 43 റൺസ് നേടിയ ഹർലിൻ 16 ഓവർ പൂർത്തിയാകവെ പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ 171 റിച്ച ഘോഷ് 6 പന്തിൽ 12 റൺസും ചേർത്തു. 20 ഓവറിലെ 2-ാം പന്തിൽ സോഫി എക്കിൽസ്റ്റന് വിക്കറ്റും നാറ്റ് സീവർ ബ്രൗണിന് ക്യാച്ചും സമ്മാനിച്ചാണ് സ്മൃതി തിരിച്ചു നടന്നത്. 15 ഫോറും 3 സിക്സറും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ്. 51 പന്തിലാണ് സ്മൃതിയുടെ സെഞ്ചുറി പിറന്നതും. അന്താരാഷ്ട്ര T20യിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് സ്മൃതി. ഹർമൻപ്രീത് ആണ് പട്ടികയിലെ ആദ്യത്തെയാൾ. ടെസ്റ്റിൽ 2-ഉം ഏകദിനത്തിൽ 11 ശതകങ്ങൾ സ്മൃതിയുടെ പേരിലുണ്ട്. മറുപടി ബാറ്റിംഗിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് 14.5 ഓവറിൽ 113 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടെ ഇന്ത്യക്ക് 97 റൺസിന്റെ കൂറ്റൻ വിജയവുമായി. ശ്രീചരണിയുടെ 4 വിക്കറ്റ് നേട്ടമാണ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയത്. 3.5 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങിയാണ് താരം ഇത്രയും വിക്കറ്റ് നേടുന്നത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ, രാധ യാദവ് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. അതേസമയം ക്യാപ്റ്റൻ നാറ്റ് സ്കൈവർ ബ്രൗണിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇംഗ്ലണ്ടിനെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. 42 പന്തിൽ താരം 66 റൺസ് എടുത്തു. ക്യാപ്റ്റനെ കൂടാതെ 2 പേർ മാത്രമാണ് ടീമിൽ 2 അക്കം കടന്നതും. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.